സാർ നമസ്കാരം. നമസ്കാരം. 2026 തെരഞ്ഞെടുപ്പിന് മുൻപ് കേരളത്തെ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിച്ച, കേരളത്തിലെ വിശ്വാസികളെ വേദനിപ്പിച്ചൊരു സംഭവമായിരുന്നു ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള. ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യാപ്തി ഇനിയും തെളിയിക്കപ്പെട്ടിട്ടില്ല. അത്രത്തോളം വലിയ വലിയ കോടികളുടെ ഇടപാടുകളാണ്, തിരിമറികളാണ് നടന്നിരിക്കുന്നത്. എന്നാൽ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശൻ, ഇന്നത്തെ ബഹുമാന്യനായ നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അന്ന് പറഞ്ഞത്, ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി അന്യസംസ്ഥാനത്ത് വിശ്വാസിയായ ഒരു വലിയ വ്യവസായിക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും അത്തരത്തിലുള്ള അന്വേഷണം നടക്കേണ്ടതാണ് എന്നാണ് അന്ന് ഇന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ പറഞ്ഞത്. ഇന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ രമേശ് ചെന്നിത്തലയും ഇത്തരത്തിലുള്ളൊരു മൊഴി SITക്ക് മുന്നിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത്, വിദേശത്തുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ചില ഉരുപ്പടികൾ അവിടെ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ആ സുഹൃത്തിനെ SITക്ക് മുന്നിൽ എത്തിക്കുന്നതിന് രമേശ് ചെന്നിത്തലയ്ക്കും സാധിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുന്നു. വി.ഡി. സതീശൻ എന്ന മുൻ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയായിരിക്കുന്നു. ഇന്നലെ ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞതാവട്ടെ, ശബരിമല സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്ന SIT അന്വേഷണം, ഈ SIT അന്വേഷണത്തിൽ പലരെയും അറസ്റ്റ് ചെയ്തു, അവർ ജയിലിലിട്ടു. എന്നാൽ കുറ്റപത്രം സമർപ്പിക്കാത്തതിൻ്റെ പേരിൽ സ്വാഭാവികമായ ജാമ്യം കിട്ടിയവരെല്ലാം പുറത്തിറങ്ങി. വീണ്ടും ഈ അന്വേഷണത്തിന് ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ തെളിവുകളൊന്നും ഒരിക്കലും കോടതിയുടെ മുന്നിൽ എത്തിയിട്ടില്ല. അത് ഏറെക്കുറെ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. തെളിവുകളില്ലാത്തൊരു കേസ്, കോടതിയുടെ മുൻപിലിരിക്കുന്ന ഒരു കേസിൽ ഇനി പുതിയ സർക്കാരിന് ഏത് തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള ഒരു ഇച്ഛാഭംഗത്തിലാണ് സർക്കാർ എന്ന് തന്നെയാണ് കെ മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. സാർ, എൻ്റെ ഒരു സംശയം, ഇപ്പോഴത്തെ നമ്മുടെ ബഹുമാന്യായ മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കുമെല്ലാം നേരത്തെ ഇതേക്കുറിച്ച് വിവരങ്ങളുണ്ടായിരുന്നു. അവർ അത് പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ അധികാരം കയ്യിലിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവർ രണ്ടുപേരും ശബരിമലയിലെ വലിയ ഭക്തന്മാർ തന്നെയാണ്. അതായത് വി.ഡി. സതീശനും വർഷാവർഷം ശബരിമലയിൽ പോകാറുണ്ട്. രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും എല്ലാം ശബരിമലയിലെ അയ്യപ്പൻ്റെ ഭക്തന്മാർ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈ അയ്യപ്പ ഭക്തന്മാർക്കുണ്ടായിരിക്കുന്ന, ശബരിമല ശാസ്താക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ വലിയ ഒരു അപജയം, ഈ വലിയൊരു ദുരന്തം, ഈ വലിയൊരു കൊള്ള കണ്ടെത്തുന്നതിന് വേണ്ടി എന്തുകൊണ്ടാണ് ഈ സർക്കാരിന് മുൻകൈയെടുക്കാൻ സാധിക്കാതെ പോകുന്നത്? അല്ല, ഇവർ പറഞ്ഞ കാര്യത്തിൽ ഇപ്പോൾ ഭരണത്തിൽ മാറി വന്നപ്പോൾ അവർ അധികാര കേന്ദ്രത്തിലെത്തുമ്പോൾ അവർക്ക് നിർബന്ധമായി അത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ ആ തെളിവുകൾ ഉണ്ടാക്കി കൊടുത്ത് കൃത്യമായി ആരാണോ പ്രതികൾ എന്നുള്ള അവരെ അറസ്റ്റ് ചെയ്യിപ്പിക്കാനും മറ്റേതിന് കഴിയും. മാത്രമല്ല, ഇവിടെ നിൽക്കുന്നില്ല അന്വേഷണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ യഥാർത്ഥ വില്ലൻ എന്ന് പറയുന്നത് ഈ പിടിക്കപ്പെട്ടവരല്ല, അതിനെക്കാളും വലിയ വമ്പൻ സ്രാവ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ആ വമ്പൻ സ്രാവ് ആണ് അവിടുന്ന് മോഷണം നടത്തുന്നതിൽ ഇതേപോലെ ദ്വാരപാലക ശില്പങ്ങളും വിഗ്രഹങ്ങളും കടത്തിക്കൊണ്ടുപോയി വിദേശത്ത് ആൻറ്റിക്കുകളെല്ലാം കടത്തിക്കൊണ്ടുപോയി കോടാനുകൂടി 500 കോടിയിൽ മേലെ രൂപയ്ക്ക് വിറ്റു എന്നാണ് എൻ്റെ അറിവിൽ. 500, 5000 ഒന്നും അല്ല, ഏകദേശം 30 ലക്ഷം കോടി രൂപയുടെ മേലെ വില വരുന്ന താഴീക്കുടങ്ങൾ അവിടെ നിന്ന് അടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. 9 താഴീക്കുടങ്ങൾ അടിച്ചു കൊണ്ടുപോയി എന്ന് പറയുന്ന സംഭവം ചെറിയ കാര്യമല്ല. ഈ സ്വർണം പൂശിയ പോലെ ഒരു വലിയ തട്ടിപ്പാണ്. സ്വർണം പൂശുന്നതിൻ്റെ പേരിൽ അമ്പലം പൂർണ്ണമായി കൈവശം കിട്ടുക, ആ സന്ദർഭത്തിൽ ചില സയൻറ്റിസ്റ്റുകളെ കൊണ്ടുവന്ന് അവിടെയുള്ള താഴീക്കുടങ്ങൾ വളരെ ഭദ്രമായി എടുത്തു കൊണ്ടുപോവുക, എന്നിട്ട് വേറെ താഴീക്കുടങ്ങൾ വെക്കുക എന്ന് തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വിജയ് മല്യ സത്യത്തിൽ ശബരിമലയിൽ എത്തിയത്. ശബരിമല അയ്യപ്പന് വിശ്വാസം ഉണ്ടായിട്ടല്ല, ചിലപ്പോൾ അയ്യപ്പന് വിശ്വാസം ഉണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം അന്നൊക്കെ രക്ഷപ്പെട്ടു പോയതുണ്ടാവുക. അല്ലായിരുന്നു രക്ഷപ്പെട്ടു പോവില്ലല്ലോ. സാറ് പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഈ മഹാക്ഷേത്രങ്ങളിൽ പരമ്പരാഗതമായിട്ടിരിക്കുന്ന താഴികക്കുടങ്ങളിൽ മഴയും വെയിലും ഒക്കെ ഏറ്റ് സ്വാഭാവികമായ രൂപം കൊള്ളുന്ന ഇറിഡിയം പോലുള്ള വലിയ വലിയ മൂലകങ്ങൾ കോടിക്കണക്കിന് രൂപയ്ക്കാണ് വിദേശ മാർക്കറ്റിൽ കോടിക്കണക്കിന് മൂല്യമുണ്ട്. അപ്പോൾ അത് കടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള ഒരു നാടകമായിരുന്നു ശബരിമലയിലെ സ്വർണ്ണം പൂശൽ എന്നുള്ളതാണോ സാറ് വ്യക്തമാണ്? ഇറീഡിയം മൂലകമല്ല, ഇറീഡിയം പവർ എന്ന് പറയുന്ന, ഇറീഡിയം പവർ അല്ല, മൾട്ടിപ്പിൾ എനർജിയാണ്. അതെ, അതിൻ്റെ അകത്ത് യുറേനിയം അടക്കമുള്ള പല സംഭവങ്ങളും കടന്നു കയറി ഇടിമിന്നൽ വഴി കയറുകയും അതുവഴി ഒരു മൾട്ടിപ്പിൾ എനർജി, ന്യൂക്ലിയർ ബോംബടക്കം, സാറ്റലൈറ്റിൽ എനർജി അടക്കം ഇതാക്കാവുന്ന പല കാര്യങ്ങളും ഉപയോഗിക്കുന്ന ലോകത്തിലെ ഏറ്റവും വില അതിനാണ്. റൈസ് പുള്ളർ എന്നൊക്കെ പറയുന്ന അപരനാമത്തിൽ പറയുന്ന റാൻഡം പവറുള്ള മെറ്റീരിയലാണ്. അത് പഴയ കോപ്പർ ലാണ് ഇത്തരം ഇടിമിന്നലോ അല്ലെങ്കിൽ മറ്റു രൂപങ്ങളിലോ അതിനകത്ത് ഈ ശക്തി കയറുന്നത്. ശക്തി എന്ന് പറഞ്ഞാൽ പവറാണ്.
അപ്പം ആ പവർ കയറുന്ന താഴികുടങ്ങൾ അതുപോലെയുള്ള ചെമ്പ് പാത്രങ്ങൾ ഇതിലൊക്കെ തന്നെ ഇത് കയറിക്കഴിഞ്ഞാൽ അതിൻ്റെ വില നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമാണ്. അതിനെക്കുറിച്ച് ഞാൻ റിസർച്ച് നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ആ സമയത്ത് എനിക്ക് അന്ന് ഞാൻ മുമ്പേ റിപ്പോർട്ട് ചെയ്തിരുന്നു, ഇപ്പോഴൊന്നുമില്ല 99 കാലഘട്ടത്തിൽ റിപ്പോർട്ട് മല്യ വന്നതിന് വേണ്ടിയിട്ടല്ല. വി ജി കെ മേനോനുള്ള സമയത്ത് ഞാൻ വി ജി കെ മേനോനുമായിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റായ വി ജി കെ മേനോനായിട്ട് ഞാൻ കേസ് നടത്തിയിട്ടുള്ളതാണ്. കേസ് നടത്താൻ അദ്ദേഹം എനിക്കെതിരെ വാർത്ത പ്രസിദ്ധീകരിച്ചപ്പോൾ അരവണ പായസ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എനിക്കെതിരെ കേസ് കൊടുത്തു. ഞാൻ നേരിട്ട് അദ്ദേഹത്തെ വിസ്തരിച്ച് ഞാൻ വിജയിക്കുകയും ചെയ്തു. അദ്ദേഹം പക്കാ കള്ളനാണ് തെളിയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആ സംഭവം ഞാൻ ഇതിൽ കൂടെ അന്വേഷിക്കാണ്ട് വരികയും അവിടെ നിന്ന് താഴെ കുടങ്ങൾ അടിച്ചു കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയുന്ന കാര്യം ഞാൻ പുറത്തു വിടുകയും ചെയ്തത്. 9 എണ്ണം, 1, 2 അല്ല, നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമാണ് അതിൻ്റെ വില. ആ സംഭവത്തിൽ ശബരിമലയിൽ നിന്നാണ് ഇത് കൊണ്ട് ഇതേപോലെ ആൻറ്റിക്കുകളുണ്ട്, പലരും കൊണ്ട് ഈ സംഭാവന ചെയ്ത പല കാര്യങ്ങളുണ്ട്. നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമുള്ള സംഭാവനകളാണ് സ്വർണമായും വജ്രമായും അതേപോലെയുള്ള ആൻറ്റിക്കുകളായിട്ടൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്, പണമായിട്ടും എത്തിയിട്ടുണ്ട്. ഇതൊക്കെ തട്ടിയെടുക്കലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ശബരിമല എന്ന് പറയുന്നത് പലർക്കും കൈ കടത്തി കോടാനുകൂടി തട്ടിയെടുക്കാനുള്ള ഒരു വേദി മാത്രമാണ്. അപ്പോൾ ഇതിൽ തെളിവുണ്ടെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി വി ഡി സതീശനും അല്ലെ രമേശ് ചെന്നിത്തലയും അതേപോലെ ഇപ്പോൾ ഒക്കെ തന്നെ ചെയ്യേണ്ടത് SIT മുമ്പിലേക്ക് അത് കൊടുക്കുകയും അത് കൃത്യമായി അന്വേഷിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഹൈക്കോടതി നിരീക്ഷണത്തിലാണ് കേസ് എന്ന് പറയുന്നത് വസ്തുതയാണ്. ഇതിൻ്റെ തൊണ്ടി മുതൽ കൈ കിട്ടിയാൽ മാത്രമേ ഈ കേസ് നിൽക്കുകയുള്ളൂ. അതായത് ശബരിമല ഇവിടെ നിന്ന് കൊണ്ടുപോയ തൊണ്ടി മുതൽ എവിടെയാണോ ആ തൊണ്ടി മുതൽ പിടിച്ചെടുക്കണം. ഏത് കേസിലും തൊണ്ടി മുതൽ ഇല്ലെങ്കിൽ കേസ് നിലനിൽക്കില്ല. അതേപോലെ ഇവിടെ തൊണ്ടി മുതൽ കിട്ടണം. തൊണ്ടി മുതൽ കിട്ടാതെ ഈ കേസ് മുന്നോട്ട് പോകില്ല. അത് ഞാൻ പരാതി കൊടുത്തിരുന്നു. മാത്രമല്ല ഈ വിജയ് മല്യക്കെതിരെ അന്വേഷിക്കണം എന്നുള്ളത് ഞാൻ പരാതി കൊടുത്തിരുന്നു. അതൊന്നും SIT അന്വേഷിച്ചിട്ടില്ല. ഞാൻ ഇപ്പോൾ ഹൈക്കോടതിയിൽ ആ ഹർജി ഇപ്പം മൂവ് ചെയ്യും. എന്തായാലും ഇപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇവർക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. അവർക്ക് മുഖ്യമന്ത്രി ആയാലും മറ്റേ രമേശ് ചെന്നിത്തലയായി, പക്ഷെ അവർക്ക് പലതും ചെയ്യാൻ പറ്റും. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറയുന്നത് കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള ആൾക്കാരാണ്. അവർക്ക് തന്നെ ഹൈക്കോടതി ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിട്ട് അവർക്ക് അറിയുന്ന കാര്യങ്ങൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് അത് അന്വേഷിച്ചേ പറ്റുള്ളൂ. കാരണം അവർക്ക് കുറച്ചും കൂടെ എളുപ്പമാണ് കാര്യങ്ങൾ. സാർ, ഇവിടെ മറ്റൊരു കാര്യം കാണാതെ പോകാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഇതിൽ കുറ്റവാളികളാണെന്ന് SIT കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട ആളുകൾ, അതിലൊരാൾ മരിച്ചുപോയി, മുരാരി ബാബു മരിച്ചുപോയി. ബാക്കി എല്ലാവരും സ്വാഭാവിക ജാമ്യം തേടി പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഇനി ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും തെളിവുകൾ അവശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നശിപ്പിക്കാനുള്ള സമയവും സാഹചര്യമൊക്കെ ഇതിനോടകം തന്നെ കടന്നു പോയിട്ടില്ലേ? അല്ല, സാഹചര്യം സമയമൊക്കെ എത്രയോ കാലം മുമ്പ് തന്നെ അവർക്ക് കടന്നു പോയിട്ടുണ്ട്. ഇത് കൃത്യസമയത്ത് അന്വേഷണങ്ങളൊന്നും നടന്നിട്ടില്ലല്ലോ. ഇത് കാലങ്ങൾ കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടൊക്കെയല്ലേ ഇത് അന്വേഷണം നടന്നിരിക്കുന്നത്. എന്നാലും അവർക്ക് അത് കണ്ടെത്താനുള്ള വഴികളും തെളിവൊക്കെ ഉണ്ട്. പലരെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ പിണറായി വിജയനെ നുണപരിശോധനയ്ക്ക് വിധേയിക്കി കഴിഞ്ഞാൽ പിണറായി വിജയനാണ് മുഖ്യപ്രതി എന്ന് തെളിയാൻ അധികം സമയം വേണ്ട. കാരണം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്, ഇതൊക്കെ ചെയ്യാൻ ശബരിമലയിൽ പിണറായി വിജയന്റെ 10 വർഷത്തെ ഭരണത്തിനിടയിലാണ് ഇത്തരം കാര്യങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. അവിടുന്ന് ഒരു സ്വർണത്തിന് ഒരു തരി എടുക്കണമെങ്കിൽ പിണറായി വിജയൻ അറിയാൻ നടക്കില്ല. ഒരു 7 അനങ്ങണമെങ്കിൽ പിണറായി വിജയൻ വിചാരിക്കണം. അപ്പൊ പിണറായി വിജയനാണ് മുഖ്യപ്രതി എന്ന് എല്ലാവർക്കും അറിയാം. പത്മകുമാർ പറഞ്ഞിട്ടുള്ള ദൈവതുല്യനായിട്ടുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണ്. കാരണം ഭരിക്കുന്നത് പിണറായി വിജയനാണ്. അപ്പൊ അത് കൃത്യമായ അന്വേഷണം വേണ്ട രൂപത്തിൽ പോയാൽ തീർച്ചയായും പിണറായി വിജയൻ അകത്താവും എന്നുള്ള കാര്യം സംശയമില്ല. അതേപോലെ ഇത് മാത്രമല്ല, വേറെയും പല ആളുകളുണ്ട് ഇതിനകത്ത് എന്നുള്ളത് വളരെ സത്യമാണ്. അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്നത് വിജയ് മല്യയാണ്. സാർ, ഇവിടെ മറ്റൊരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കട്ടെ. അതായത് ഈ SITയുടെ അന്വേഷണം നടക്കുമ്പോൾ 1ാം പിണറായി വിജയൻ സർക്കാരിലെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്ക് SIT ചെല്ലുന്നു എന്നൊരു ഘട്ടത്തിലാണ് അന്ന് ശബരിമല തന്ത്രിയായ കണ്ഠരര് രാജീവിനെ അറസ്റ്റ് ചെയ്ത് മന്ത്രിയെ രക്ഷിക്കുന്നതിന് വേണ്ടി തന്ത്രിയെ കുടുക്കി എന്നുള്ളൊരു ഭാഷ്യം ഇപ്പോഴും നിലവിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായും പിന്നീട് അന്വേഷണം മുന്നോട്ട് പോകുന്നത് കണ്ടില്ല. പിന്നെ നമ്മൾ SIT ഏതാണ്ട് മന്ദീഭവിച്ച് നിൽക്കുന്നൊരവസ്ഥയിലാണ് ഇപ്പോഴും. അങ്ങനെ തന്നെ പോകുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ട കുറ്റവാളികളെന്ന് ആരോപിക്കപ്പെടുന്ന എല്ലാവരും സ്വാഭാവികം ജാമ്യം നേടി പുറത്തുപോയി. ഏതെങ്കിലും തരത്തിൽ തെളിവുകളുണ്ടെങ്കിൽ അതെല്ലാം ഇതിനോടകം തന്നെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകും. പിന്നെ ഏത് തരത്തിലായിരിക്കും ഇനിയിപ്പോൾ ഇത്തരത്തിലുള്ള അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ കേസ് തെളിയാനുള്ള ഒരു സാധ്യത എന്നാണ് എനിക്ക് നിരവധി കേസുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ളൊരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ സാറോട് ചോദിക്കാൻ. തൊണ്ടി മുതൽ കിട്ടാതെ ഈ കേസൊന്നും മുന്നോട്ട് പോവില്ല. അതാണ് ഏറ്റവും പ്രധാനം. തൊണ്ടി മുതൽ ഏത് ഒരു കള്ളനെ പിടിച്ചു കഴിഞ്ഞാൽ ആദ്യം തൊണ്ടി മുതലാണ് എടുക്കുക. നമുക്കറിയാം ഷെഡ്ഡി മാറ്റിയ കേസിൽ ആന്റണി രാജുവിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ആദ്യം ഉണ്ടായിരുന്ന രേഖ അവിടെ കോടതിയിലുണ്ടായിരുന്നു. അത് മാറ്റിയിട്ടാണ് പുതിയ തൊണ്ടി മുതൽ പുതിയ സാധനം കൊണ്ട് ആ തൊണ്ടി മുതൽ ഉണ്ടായതുകൊണ്ടാണ്
അയാൾ കുടുങ്ങിപ്പോയത്. ചെറിയ കുട്ടികൾക്ക് ഇടുന്ന ഒരു സാധനം കൊണ്ടുവച്ച് ആ സായിപ്പിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം തന്നെ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരുമായി കോടതി ജീവനക്കാരുമായി ഒത്തുചേർന്നുകൊണ്ട് നടത്തിയ തട്ടിപ്പായിരുന്നു. അത് കൃത്യമായി തൊണ്ടി മുതൽ കിട്ടി. ഇവിടെ തൊണ്ടി മുതൽ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് കിട്ടണമെങ്കിൽ അതിൻ്റെതായ രീതിയിൽ കൃത്യമായി അന്വേഷണം നടക്കണം. പിന്നെ സ്വർണം ഒരുക്കി വേറെ ഉരുപ്പടിയാക്കി എവിടെയോ എത്തിയിട്ടുണ്ടാവും. അതൊക്കെ പിടിച്ചെടുക്കാത്തൊരു പ്രയാസമുള്ള കാര്യമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ അതിലപ്പുറത്തേക്ക് ഈ താഴിക്കുടങ്ങളുടെ കാര്യത്തിൽ വ്യക്തമായി തെളിവുണ്ട്. അതുപോലുള്ള കാര്യങ്ങൾ ഇപ്പം അതേപോലെ വിദേശത്തെ കടത്തിയെന്ന് പറയുന്ന കാര്യം, അത് ഏതോ ഒരു സ്ഥലത്ത് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഗ്രഹം ഉണ്ട് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതൊക്കെ ഇപ്പോൾ മാറ്റാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി അന്വേഷണം നടത്തി കഴിഞ്ഞാൽ കണ്ടെത്തുള്ളൂ ഒരു പരിധിവരെ. പക്ഷെ ഇതിന് തൊണ്ടി മുതൽ എന്ന് പറയുന്ന ഒരു സാധനത്തിൽ ഒരുക്കി ചേർത്ത് പലർക്കും കഷ്ണം മുറിച്ച് വിറ്റുണ്ടെങ്കിൽ അത് എങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. മറ്റു സ്വർണം പോരല്ല, അതേ സ്വർണം തന്നെ വേണ്ടേ? അത് ദേവസ്വം വകുപ്പ് മന്ത്രി അത് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഈ കട്ട ആളുകൾ മിടുക്കന്മാരാണെങ്കിൽ കളവ് ഒതുക്കാൻ അവർക്ക് അതിൽ കൂടുതൽ തെളിവുകൾ നശിപ്പിക്കാനുള്ള മിടുക്കുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞ വലിയൊരു വെല്ലുവിളിയാണെന്ന് അദ്ദേഹം മുൻകൂർ ജാമ്യം എടുക്കുന്ന പോലെ തന്നെ സംസാരിച്ചിട്ടുണ്ട്. 10 വർഷം ഭരിച്ച പിണറായി വിജയൻ, അതിന് നമ്മൾക്ക് അറിയാം 1996 നടത്തിയ ലാവലിൻ കേസ് തുടങ്ങി ഇങ്ങോട്ട് എന്തുണ്ട്, അദ്ദേഹം തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹത്തെ പിടിക്കാൻ പറ്റുമോ? പിടിച്ചിട്ടുണ്ട്, കേസായി. കോടതിയിൽ പോലും അദ്ദേഹം അട്ടിമറിക്കുന്ന കാര്യമല്ലേ ചെയ്തത്? ജഡ്ജിമാർക്ക് പൈസ കൊടുത്തു എന്നുള്ള ആരോപണമല്ലേ വന്നത്? അങ്ങനെയുള്ള പിണറായി വിജയന്റെ 10 വർഷത്തെ ഭരണത്തിൽ അദ്ദേഹം തെളിവൊന്നുമില്ലാതെ എല്ലാ കാര്യം ചെയ്യാൻ മിടുക്കനാണ്. അദ്ദേഹം വളരെ സൂക്ഷിച്ച് ഒരാൾക്കും എവിടെയും പിടിക്കപ്പെടാതെ അവസാനം പിണറായിനെ തൊടാൻ പറ്റാത്ത വിധത്തിലാണ് അദ്ദേഹം എല്ലാം ചെയ്തിട്ടുള്ളത്. ഇവിടെയും അങ്ങനെ തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. പക്ഷെ എപ്പോഴും എവിടെയെങ്കിലും ഒരു ചെറിയ അടയാളം ബാക്കി വെക്കും ദൈവം എന്ന് പറയുന്ന പോലെ ഇവിടെയും അതുണ്ടാകും. കൃത്യമായി അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ഇതിന് ഒരു പരിധി വരെ എത്താൻ പറ്റും. പിണറായിലേക്ക് എത്താനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ഇതിലും വലിയ തട്ടിപ്പുകൾ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇന്തോനേഷ്യയിൽ പിണറായി വിജയൻ ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയ ഒരു ആൻറ്റിക്കാണ് വിൽപ്പന നടത്തിയത് എന്നുള്ളത് CPM-ന്റെ ചില പ്രമുഖരായ ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കുടുംബസമേതമാണ് അവിടെ പോയത്. അവിടെ കൽക്കരി ഖനിയിൽ അദ്ദേഹം വലിയ നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങളും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇതൊക്കെ മകനാണ് വിദേശത്ത് വെച്ച് നിയന്ത്രിക്കുന്നതെന്നും കേൾക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു അന്വേഷണത്തിലൂടെ, വ്യക്തമായ അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു വരൂ. അപ്പം അത്തരം കാര്യങ്ങൾ കൃത്യമായി അന്വേഷണം നടത്തി കണ്ടുപിടിക്കണമെങ്കിൽ പിണറായി വിജയനെ നാർക്കോ അനാലിസിസ് ടെസ്റ്റിന് വിധേയമാക്കിയാൽ മതി. അതിൽ തന്നെ കൃത്യമായ എല്ലാ വിവരങ്ങളും കിട്ടും. അദ്ദേഹം ഭാര്യയും മകളെയും ഈ 4 പേരെയും നാർക്കോ അനാലിസിസ് ടെസ്റ്റ് നടത്തി നുണപരിശോധനയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ പുറത്തു വരും. ഒരിക്കലും പിന്നെ പിണറായി വിജയൻ പുറത്തിറങ്ങുന്നുണ്ടാവില്ല. എന്തായാലും എത്രയും വലിയ കുറ്റവാളിയായാൽ പോലും എത്ര സമർത്ഥനായാലും ഒരു തെളിവെങ്കിലും അവിടെ അവശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും. ആ ഒരു തെളിവ് കണ്ടെത്താൻ അന്വേഷണ ഏജൻസികൾക്ക് സാധിക്കട്ടെ. ഈ കേസ് തെളിയിക്കട്ടെ.